മുട്ട തട്ടി തോട് വെട്ടി കൈത 1000 ആരാ അപ്പൂപ്പന്റെ ഫോൺ എടുത്തേ? ഇതാരാ കാലൊക്കെ താത്തി വെക്ക? ആരാടി അപ്പൂപ്പന്റെ ഫോൺ എടുത്തേ? ഞാനാണോ? അതാരാ ഞാൻ? ബാത്തുവോ? എന്തോ കാണിക്കുവാ? ഫോണിൽ എന്ത് ചെയ്യുവാ? ഹലോ, വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ നാട്ടിലെ ഒരു ദിവസത്തെ വീഡിയോ ആണ്, അതായത് ഞങ്ങളെല്ലാവരും കൂടെയുള്ള ഒരു ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോരുന്നതിൻ്റെ തലേദിവസമാണ് കേട്ടോ. അപ്പോൾ അതിന് തൊട്ട് തലേദിവസം തന്നെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അവർ തിരിച്ചു പോയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടുത്തെ അച്ഛനും അമ്മയും ഞങ്ങളും മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുടിയൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ അടുക്കളയിലേക്ക് വന്നപ്പോൾ അമ്മയാണെങ്കിൽ ചായ ഇടാൻ തുടങ്ങി കേട്ടോ. നമ്മൾ വ്രതമായതുകൊണ്ട് രാവിലെ ആണെങ്കിൽ കുളിച്ചിട്ടൊക്കെയാണ് ഭക്ഷണം ഉണ്ടാക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. കുഞ്ഞിൻ്റെ കാര്യത്തിലില്ല, പാത്തൂനും പൊന്നൂനും ആണെങ്കിൽ രാവിലെ അവർക്ക് രാവിലത്തെ കാപ്പിയൊക്കെ കൊടുത്തതിന് ശേഷം കുളിപ്പിക്കുന്നത്. അതേസമയം നമ്മളാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ അടുക്കള കയറുന്നത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മൾ പുട്ടും ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് കറിക്ക് വേണ്ടിയിട്ടുള്ള സവോള, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അമ്മ ആ സമയത്ത് ചായയും വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് ദിനവും ബാത്തും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അവരാണെങ്കിൽ നല്ല ഉറക്കമാണ്. അച്ഛനാണെങ്കിൽ രാവിലെ ഒരു 4 മണി 5 മണി സമയത്ത് എണ്ണീക്കും. നേരത്തെ കിടന്നുറങ്ങും, എന്നിട്ട് നേരത്തെ എഴുന്നേക്കും. അമ്മയാണെങ്കിൽ പിള്ളേച്ചന് ചായ എടുക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ വീട്ടിലുള്ള ഒരാളാണ്, നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം. ഇനിയിപ്പോൾ ഗ്രീൻ പീസ് കറി വെക്കാനായിട്ട് ഞാൻ 1.5 കപ്പ് ഗ്രീൻ പീസ് തലേന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ കുതിർന്ന് വന്നത് കഴുകി വാരിയതിന് ശേഷം കുക്കറിലിട്ട് വേവിക്കാൻ പോവാണ്. അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ. മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ കറക്റ്റായിട്ട് ഈ ഒരു കുക്കറിൽ വെന്ത് കിട്ടും. ഒത്തിരി വെന്ത് പോകരുത് കേട്ടോ. ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര കൊള്ളില്ല ഗ്രീൻ പീസ്. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. പിന്നെ നമ്മുടെ വീട്ടിലാണെങ്കിലുണ്ടല്ലോ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ കച്ചവടം ഉണ്ട് കേട്ടോ. അമ്മ അച്ഛനും ബൾക്കായിട്ട് സാധനം വാങ്ങി വെച്ചിട്ട് നന്നായിട്ട് കഴുകി വാരി ഉണങ്ങിയതിന് ശേഷം മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചിട്ട് അത് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം നല്ലപോലെ ആൾക്കാർ വന്ന് മേടിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ അത് ഓരോന്നും പൊടിപ്പിച്ചുകൊണ്ട് വന്നത് പാക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. 1/2 കിലോ, 1 കിലോ, 1/4 കിലോ ഒക്കെ ആയിട്ട് പാക്കറ്റാക്കി വെക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ കുത്തിയോട്ടമൊക്കെ വരുന്നതുകൊണ്ട് തിരക്കായിരിക്കും. അപ്പോൾ ആ സമയത്ത് പാക്ക് ചെയ്തൊന്നും വെക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോഴേ അങ്ങ് പാക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അമ്മ പോയിരുന്ന് തേങ്ങ ചേണ്ടുന്നുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ പൊതുവേ നല്ല സ്പീഡാണ് കേട്ടോ എല്ലാ കാര്യത്തിനും. കുക്കിങ്ങിൽ അമ്മ പെട്ടെന്ന് ആ ഒരു 3-4 കൂട്ടം കറിയൊക്കെ ഉണ്ടാക്കുന്നത്. ആ സമയത്ത് ഞാനാണെങ്കിൽ 1-2 കൂട്ടമൊക്കെ കഷ്ടിയായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മ തേങ്ങ ചേണ്ടുന്ന സമയം കൊണ്ട് ഞാൻ ഗ്രീൻ പീസ് കറിക്കുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ പാൻ വെച്ച് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു 5 വെളുത്തുള്ളിയും ഒരു മീഡിയം പീസ് ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ ഈ ഒരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കണം കേട്ടോ. അപ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടുക. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് 2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം, അതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു മീഡിയം സൈസിൽ സവോള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവോള അരിഞ്ഞ് ഇട്ട് കൊടുത്തതിന് ശേഷം നോക്കുമ്പോൾ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണയുടെ കുറവ് തോന്നിയപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എരിവ് ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾ പച്ചമുളകിൻ്റെ എണ്ണം തീരുമാനിക്കണം. കാരണം നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല, തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്ന ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി വാടി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങും കൂടെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഇനി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം കൂടെ ഒന്നിച്ചൊന്ന് കുക്കായി വഴണ്ട് വരണം. അങ്ങനെ വഴണ്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ 2 പൊടികൾ മാത്രമേ നമ്മൾ ഈ ഒരു ഗ്രീൻ പീസ് കറിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇടാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഇട്ടേക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് 2 മിനിറ്റ് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇതൊക്കെ വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന
ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഗ്രീൻ പീസ് കറക്റ്റായിട്ടാണ് വെന്ത് കിട്ടിയിട്ടുള്ളത്. കാരണം വെള്ളത്തിൻ്റെ ആണെങ്കിലും കൂടുതലില്ല, അതുപോലെ തന്നെ വെന്ത് ഉടഞ്ഞു പോയിട്ടുമില്ല. ഇനി ഈ ഗ്രീൻ പീസിലേക്ക് നമ്മൾ 1 കപ്പ് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അരമുറി തേങ്ങയുടെ 1 കപ്പ് രണ്ടാം പാൽ. ഇനി ഈ രണ്ടാം പാൽ കിടന്നിട്ട് വേണം ഗ്രീൻ പീസ് നല്ലപോലെ ഒന്ന് ആ പൊടികളും ഒക്കെ ആയിട്ടൊന്ന് യോജിച്ച് വെന്ത് വരാനായിട്ട്. ഒരു 7-8 മിനിറ്റ് നമുക്കിതിങ്ങനെ ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. എരിവിൻ്റെ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ പച്ചമുളക് നിങ്ങൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അത് അവിടെ ഇരുന്ന് ഒരു 7-8 മിനിറ്റ് ഒന്ന് കുക്കായി വരട്ടെ. അപ്പോഴത്തേക്കും അകത്തുനിന്ന് വിളി കേട്ടു അമ്മേന്ന് കേട്ടോ. അപ്പോൾ വരുന്നത് കണ്ടോ രാവിലെ അവളുടെ സ്കൂട്ടറൊക്കെ പൊക്കിക്കൊണ്ടാണ് വരുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് സ്കൂട്ടറായിട്ടായിരുന്നു വന്നത്. അപ്പോൾ അടുക്കളയിൽ കൂടെ ഇറങ്ങി വരുന്ന സമയത്ത് അമ്മയ്ക്ക് ഒരു ചിരിയൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. ചക്കിയമ്മ മുട്ടയിട്ടു, മുട്ട തട്ടി, തോട് വെട്ടി, കൈത 1000, പൂവ് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. അമ്മ എനിക്ക് ചോറ് ഞാൻ, പട്ടി എന്നെ വേണ്ട നോക്ക്. അങ്ങനെ പാത്തു ദിനു എഴുന്നേറ്റ് വന്ന് പാത്തു ആണെങ്കിൽ അമ്മൂമ്മയുടെ കൂടെ ഇരുന്ന് കഥയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാത്തുവിൻ്റെ രാവിലത്തെ കളികളൊക്കെ കണ്ടിരുന്ന സമയം പെട്ടെന്ന് അങ്ങ് പോയി. അപ്പോൾ ദിനു ആണെങ്കിൽ കുളിക്കാനായിട്ടും പല്ല് തേക്കാനായിട്ടൊക്കെ അങ്ങ് അകത്തോട്ട് കയറിയും പോയിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് നിറച്ചാണ് നമ്മൾ 1-ാം പാൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 1-ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് തിളയ്ക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട, അതൊന്ന് ചൂടായി വന്നാൽ മതിയാവും. ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇത് മൂടി വെച്ചാൽ മതി. പിന്നെ സെർവ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കിത് എടുത്താൽ മതിയാകും. അപ്പോൾ അത് അടച്ച് വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രീൻ പീസ് കറി അപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും പൂരിയുടെ കൂടെയാണെങ്കിൽ അതുപോലെ ചപ്പാത്തി, ഇടിയപ്പം, പുട്ട് ഇങ്ങനെയുള്ള എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൻ്റെ കൂടെയും നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. പാത്തു ആണെങ്കിൽ ചോറിൻ്റെ കൂടെ വരെ ഈ ഒരു ഗ്രീൻ പീസ് കറി കഴിക്കും, അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ കുളിക്കാൻ പോയതിനു പുറത്ത് ആരോ കാണാൻ വന്നപ്പോഴത്തേക്കും ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ വിളിച്ചിട്ട്. അങ്ങനെ ആ പോയ സമയത്ത് പാത്തു ആ പുറകെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ അവരോട് സംസാരിച്ചിട്ട് തിരിച്ച് കയറി വരികയാണ്. പാത്തുവാണെങ്കിൽ ഫുൾ ടൈം സ്കൂട്ടർ, ഊഞ്ഞാൽ കണ്ടില്ലേ, അത് അവൾ വന്നതിന് ശേഷം അച്ഛനെ കൊണ്ട് കെട്ടിച്ചതാണ്. എല്ലാ തവണ അവൾ വരുമ്പോൾ കെട്ടിക്കും, അച്ഛൻ അഴിച്ചു വയ്ക്കും, വീണ്ടും വരുമ്പോൾ അവൾ വീണ്ടും കെട്ടിക്കും. ഇതാണ് സ്ഥിരം പരിപാടി. അങ്ങനെ രാവിലെ വന്ന അന്ന് തന്നെ അവൾ ഊഞ്ഞാൽ വീണ്ടും കെട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വെളിയിലിരിക്കുന്ന ആ ഒരു സ്റ്റൗവിൽ ഒരു ബർണർ കത്തുന്നില്ല. അപ്പം പുറത്ത് ചേച്ചിയും ചേട്ടനൊക്കെ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ തവണ വന്നപ്പോഴത്തേക്കും കൊണ്ടുവന്ന ഒരു സ്റ്റൗവ് എടുക്കാത്ത ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അത് എടുത്ത് തന്നൊന്ന് ക്ലീൻ ചെയ്ത് തരുവാണെങ്കിൽ അതും എടുത്ത് വെക്കാമെന്നും പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അത് ക്ലീൻ ചെയ്യാണ്. ഇനിയിപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ടോപ്പിക്കിലേക്ക് വരാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഓരോ കുടുംബത്തിലേക്കും കല്യാണം കഴിഞ്ഞ് ഓരോ പെൺകുട്ടികൾ കടന്നു വരുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളും അതോടൊപ്പം തന്നെ സ്വന്തം വീടും വീട്ടുകാരെയൊക്കെ പിരിഞ്ഞു വരുന്നതിൻ്റെ കുറച്ച് സങ്കടങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അവൾക്കുണ്ടാകുന്ന ആ ഒരു വിഷമവും അപരിചിതത്വം ഒക്കെ മാറ്റി അവളെ ചേർത്ത് പിടിച്ച് കുടുംബത്തിൻ്റെ ഭാഗമാക്കേണ്ടത് ആ കുടുംബത്തിലുള്ളവർ തന്നെയാണല്ലേ. അതേപോലെ തന്നെയാണ് കയറി വരുന്ന പെൺകുട്ടിയും സ്വന്തം വീടായിട്ട് തന്നെ കണ്ടുവേണം അവിടുന്ന് തുടങ്ങാനായിട്ട്. അതുകൊണ്ട് തന്നെ സമാധാനത്തോടെയുള്ള നല്ലൊരു കുടുംബജീവിതം നയിക്കാനായിട്ട് കയറി വരുന്ന പെൺകുട്ടികൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാർ മാത്രം വിചാരിച്ചിട്ടും കാര്യമില്ല. പകരം 2 കൂട്ടരും, അതായത് ഭാര്യയുടെ വീട്ടുകാരും ഭർത്താവിൻ്റെ വീട്ടുകാരും ഒരുപോലെ മുന്നോട്ട് പരസ്പര സ്നേഹത്തോടെയും സഹകരണത്തോടെയും വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടിയും അതുപോലെ തന്നെ സത്യസന്ധത പുലർത്തിയും ജീവിച്ചാൽ മാത്രമേ നമുക്ക് സന്തോഷകരമായ ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് പാത്തൂസിനെ കുളിപ്പിച്ചു. പാത്തു ആണെങ്കിൽ കാപ്പി കുടിച്ചു, പുട്ടും ഗ്രീൻ പീസ് കറിയൊക്കെ കഴിച്ചു. അതിനുശേഷം അവൾ വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു, അവൾക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവളെ കൊണ്ടുപോയി ഉറക്കിയിട്ടൊക്കെ തിരിച്ച് വന്ന കേട്ടോ. ഞാൻ തിരിച്ച് വന്നപ്പോഴത്തേക്ക് അമ്മയാണെങ്കിൽ തീയൽ വെക്കാനായിട്ട്
തേങ്ങ വറക്കുകയാണ്. അപ്പോൾ അമ്മ തീയലിന് തേങ്ങ വറക്കുന്ന സമയം കൊണ്ട് ഞാൻ പാവയ്ക്കാക്കറി വെക്കാനായിട്ട് പാവയ്ക്ക ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാവയ്ക്കാക്കറി ഞാൻ ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. പാവയ്ക്കയുടെ ആ ഒരു കയ്പോ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു കറിക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ എല്ലാവർക്കും ആ ഒരു കറി ഇഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനത്തെ ഒരു കറിയാണ്. അപ്പോൾ അമ്മ തേങ്ങയൊക്കെ വറുത്ത് കഴിഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് അച്ഛൻ വന്ന് നിന്ന് എന്തോ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ അതിനുള്ള മറുപടി പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. അതിനുശേഷം പിന്നെ അമ്മ ചീര തോരൻ വെക്കാനായിട്ട് ചീര അരിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വെജിറ്റേറിയൻ മെനു എന്ന് പറയുന്നത് ചീരത്തോരൻ, പാവയ്ക്ക പുളിങ്കറി, വെജിറ്റബിൾ തീയൽ, പപ്പടം, ചമ്മന്തിപ്പൊടി, അച്ചാർ. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ മെനു എന്ന് പറയുന്നത്. അമ്മ തീയലിന് വേണ്ടിയിട്ട് പച്ചക്കറിയും അതുപോലെ തന്നെ കൊച്ചുള്ളിയൊക്കെ കൂടെ അരിഞ്ഞത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഈ സമയത്ത് ഞാൻ പാവയ്ക്കായും ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ കുറച്ച് വെളിച്ചെണ്ണയ്ക്കകത്ത് ചീനച്ചട്ടിയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടാട്ടോ നമ്മൾ കറി വയ്ക്കുന്നത്. അതുകൊണ്ടായിരിക്കാം പാവയ്ക്കയുടെ കയ്പൊന്നും നമുക്ക് കറിക്ക് ഫീൽ ചെയ്യാത്തത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആകുന്നിടം വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നതിനിടയ്ക്ക് പാത്തു എണ്ണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാത്തു കിൻഡർ ജോയ് കഴിക്കുകയാണ്. കിൻഡർ ജോയ് അപ്പൂപ്പ മേടിച്ചോണ്ട് കൊടുത്താ കേട്ടോ. 2-3 മേടിച്ചോണ്ട് വന്നായിരുന്നു. അതിലൊരെണ്ണം എടുത്ത് കഴിക്കുക കേട്ടോ, ഉറക്കം എഴുന്നേറ്റ് വന്നിട്ട്. എന്തായാലും ഉറക്കം എണീറ്റ് വന്നപ്പോഴത്തേക്കും നല്ല മൂഡായിരുന്നു. അതുകൊണ്ട് വഴക്കൊന്നും ഉണ്ടാക്കാതെ അവിടെ ഇരുന്ന് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിക്കുന്നുണ്ട്. പിന്നെ ദിനു ആണെങ്കിൽ പുറത്തേക്ക് പോയതാട്ടോ. ഇനിയിപ്പോൾ കുത്തിയോട്ടം കാര്യങ്ങളും ഒക്കെ വരുന്നത് കൊണ്ട് കുറേ അധികം തിരക്കുകളൊക്കെ ഉണ്ട്. അപ്പം ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയേക്കാണ്. അച്ഛനാണെങ്കിൽ പിള്ളേച്ചനെയും കൂട്ടിയിട്ട് ഈ വിറകുകളൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ്. നമ്മുടെ വീട്ടിൽ വിറക് കച്ചവടമൊക്കെ ഉള്ളതുകൊണ്ടാട്ടോ ഇത്രയധികം വിറകുകൾ ഇരിക്കുന്നത്. അപ്പോൾ കുത്തിയോട്ടത്തിന് മുന്നായിട്ട് അതൊക്കെ അവിടെ നിന്ന് മാറ്റി വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. പപ്പടവും തീയലും ചീരത്തോരനും കൂട്ടിയിട്ട് പാത്തുവിന് കൊടുക്കാനായിട്ട് പോവാണേ. അപ്പോൾ പാത്തു കഴിക്കാൻ റെഡിയായി വന്നിരിപ്പുണ്ട്. അതെന്താ അത്? പപ്പടം. ഇതെന്താ ഇത്? ഇതെന്താ ഇത്? തീയല്. ഇതോ? തോരൻ. ചീരത്തോരൻ. ചീരത്തോരൻ. പാവയ്ക്ക കറി വേണോ? കഴിക്കത്തില്ലല്ലോ, പിന്നെന്തിനാ? ഇത് പോരെ? ചോറിനാ? ആരാ അപ്പൂപ്പന്റെ ഫോൺ എടുത്തേ? ആരാ അപ്പൂപ്പന്റെ ഫോൺ എടുത്തേ? ആരാ അപ്പൂപ്പന്റെ ഫോൺ എടുത്തേ? ഇതാരാ കാലൊക്കെ താത്തി വെക്ക? ആരാടി അപ്പൂപ്പന്റെ ഫോൺ എടുത്തേ? ഞാനാണോ? അതാരാ ഞാൻ? ബാത്തുവോ? എന്തോ കാണിക്കുവാ? ഫോണിൽ എന്ത് ചെയ്യുവാ? കാന്താരി കാന്താരി പാത്തു കാന്താരി പാത്തു കാന്താരി. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ അവളുടെ കുറുമ്പ്. ഇപ്പോൾ കുസൃതിയൊക്കെ കൂടി വരും കേട്ടോ, വർത്തമാനം പറയാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ ആണെങ്കിൽ ഞാൻ അവളെ ചോറൊക്കെ കൊടുത്തതിന് ശേഷം ഹാളിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ. ഞാൻ എന്നിട്ട് ഊണൊക്കെ കഴിഞ്ഞ് എന്നാൽ തൂത്തുവാരി എല്ലാം വൃത്തിയാക്കാനായിട്ട് കയറി വന്നപ്പോഴാണ് ഈ ഒരു സീൻ കണ്ട് അങ്ങനെ എടുത്ത വീഡിയോയാണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം വീടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അലങ്കോലമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളായിട്ടൊന്ന് വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഒരു 1/4 മണിക്കൂർ നേരത്തേക്കുള്ള പണിയുണ്ടായിരുന്നു. അങ്ങനെ വീടൊക്കെ ഫുള്ളായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഹാളൊക്കെ നല്ല നീറ്റാക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയൊരു ജോലി ഇന്നത്തേക്കുള്ളത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെയും ഓരോരോ തിരക്കുകളൊക്കെ ആയിട്ട് അങ്ങനെ സമയം അങ്ങനെ പോയി. പിന്നെ അച്ഛനും അമ്മയും ദീപചേച്ചിയുടെയും പ്രശാന്തിയുടെയും അച്ഛനും അമ്മയാണിത്. അവർ കുറച്ച് സമയമായിരുന്നു വന്നിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പാത്തുവിൻ്റെ സംസാരമൊക്കെ കേട്ടിട്ട് അങ്ങനെ അങ്ങ് നിന്ന് പോവുക. പാത്തു ആണെങ്കിൽ അച്ഛനും അമ്മയും പോവുക എന്ന് പറയുമ്പോഴത്തേക്കും പറയും അന്വേഷണം പറയാമെന്ന്. കാരണം നമ്മൾ നാളെ രാവിലെ ബാംഗ്ലൂർക്ക് പോകും. അപ്പോൾ പോകുന്ന വഴിക്ക് കോയമ്പത്തൂർ കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ദീപചേച്ചിയുടെ അടുത്തും പ്രശാന്തിയുടെ അടുത്തും അന്വേഷണം പറയാമെന്നാണ് അവൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. അപ്പോൾ അച്ഛനും അമ്മയാണെങ്കിൽ ഒരു കവറൊക്കെ ആയിട്ടായിരുന്നു വന്നത് ദീപചേച്ചിക്കൊക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട്. നമ്മളിപ്പോൾ പോയാലും 2 ആഴ്ച കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ചു വരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.